കോഡ് ടു കരിയർ ചലഞ്ചിലെ 4ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും വെൽക്കം. നമ്മൾ IT ഫീൽഡിലോട്ട് കയറാൻ വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള കോഡിംഗ് എന്ന സ്കില്ല് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ്സിലായിട്ട് നമ്മൾ ബേസിക് പ്രോഗ്രാമിങ്ങും ഒരു കോഡ് തന്നെ വീണ്ടും റൺ ചെയ്യിപ്പിക്കുന്ന ലൂപ്പും ഇങ്ങനത്തെ പല കൺസെപ്റ്റും പഠിച്ചു. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഈ പാർട്സ് ഒന്നും കാണാതെയാണ് ഇങ്ങോട്ട് വന്നതെന്നുണ്ടെങ്കിൽ ഈ എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റ് ആയിട്ട് ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് അത് വാച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു വീണ്ടും ലൂപ്പ് യൂസ് ചെയ്ത് യൂസർ നെയിമും പാസ്വേഡും ചോദിച്ച് കറക്റ്റ് ആവുന്നത് വരെ, സക്സസ് ആവുന്നത് വരെ ചോദിക്കുന്ന രീതിയിൽ. അപ്പൊ നമ്മൾ അവിടെ കണ്ടൊരു പ്രോബ്ലം ആണ്, ഒരു യൂസറിന് മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നമ്മളവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ലിസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. ലിസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കോഡിൽ നമുക്ക് എഴുതാൻ പറ്റുക, അതൊന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. ആദ്യം തന്നെ ഒരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു, ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇതിൽ ജസ്റ്റ് യൂസർ നെയിം 1 എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ ജോബിനെന്ന് കൊടുത്തു. അടുത്ത് യൂസർ നെയിം 2 എന്ന് പറഞ്ഞൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തു. അതിൽ അഫ്സൽ എന്ന് കൊടുത്തു. അടുത്ത് യൂസർ നെയിം 3 എന്ന് കൊടുത്തു. അതിൽ ജോമേഷ് എന്ന് കൊടുത്തു. ഈ 3 യൂസർ നെയിമും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ 100 യൂസേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇത് 3ഉം പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് വെച്ച് ലോജിക് ചെയ്യണം. അപ്പോൾ എന്താ പ്രശ്നം? നമുക്ക് ഒരുപാട് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇതിന് പകരം ഒരു വേരിയബിളിൽ തന്നെ മൾട്ടിപ്പിൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റി എങ്ങനെ ഉണ്ടാവും, അത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ യൂസർ നെയിം എല്ലാം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ഇത് നമ്മൾ യൂഷ്വലി പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസർ നെയിം 1 പ്രിന്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയും പ്രിന്റ് ചെയ്യും അല്ലേ. യൂസർ നെയിം 2 3 ടൈപ്പ് ചെയ്തേ, 3 യൂസർ നെയിം 2 ഓക്കെ. റൺ കൊടുത്താൽ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. പക്ഷേ എനിക്ക് ഇങ്ങനെയല്ല വരേണ്ടത്. ഒരൊറ്റ യൂസർ നെയിമിൽ തന്നെ വരണമെങ്കിൽ ഇപ്പം ഞാൻ യൂസർ നെയിംസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുത്തു. എന്തുകൊണ്ടെങ്കിലും കൊടുക്കാം. പക്ഷേ ലിസ്റ്റിൻ്റെ വേരിയബിളിൽ നമ്മൾ പേര് കൊടുക്കുമ്പോൾ പ്ലൂറലിലാണ് നമ്മൾ പേര് കൊടുക്കാറ്. ഇനി അതിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇടാം, സ്ക്വയർ ബ്രാക്കറ്റ്, ഓപ്പൺ ക്ലോസ്. ഇനി ഇതിൻ്റെ അകത്ത് ഡബിൾ കോട്ട്സ് ഇട്ട് ഒരു പേര് കൊടുക്കാം. അതിൻ്റെ അകത്ത് കോമ ഇട്ടിട്ട് അടുത്തൊരു പേര് കൊടുക്കാം. ഇങ്ങനെ കോമയിട്ട് നമുക്ക് എത്ര പേര് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് കൊടുക്കാവുന്നതാണ്. അത് മാത്രമല്ല ഇത് പ്രിൻ്റ് ചെയ്യാനും നമുക്ക് ജസ്റ്റ് നോർമലി പ്രിൻ്റ് ചെയ്യും പോലെ തന്നെ പ്രിൻ്റ് ചെയ്താൽ മതി. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് മൾട്ടിപ്പിൾ ഡേറ്റ ഒരൊറ്റ യൂസർ നെയിമിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈവൻ നമുക്കിവിടെ മൾട്ടിപ്പിൾ ഡേറ്റ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കിതിൽ ഓരോ ഡേറ്റയായിട്ട് ആക്സസ് ചെയ്യണമെന്ന് വെച്ചോ. ഇപ്പം ജോബിനെ ആക്സസ് ചെയ്യണമെന്ന് വെച്ചോ, എങ്ങനെ ആക്സസ് ചെയ്യും? നമുക്ക് അവിടെയാണ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരുന്നത്. ഇപ്പോൾ ഇതിന് ഓരോ, നമ്മളിപ്പോൾ ഇത് കാണുമ്പോൾ 1ാമത് ജോബിനിരിക്കുന്നു, 2ാമത് അഫ്സലിരിക്കുന്നു, 3ാമത് ജോമേഷ് ഇരിക്കുന്നു. പക്ഷേ ഈ രീതിയിലല്ല കമ്പ്യൂട്ടർ കാണുന്നത്. കമ്പ്യൂട്ടർ കൗണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രാമേഴ്സ് ഇനി തൊട്ട് കൗണ്ട് ചെയ്യേണ്ടത് 0 തൊട്ടാണ്. ജോബിനിരിക്കുന്നത് 0th പൊസിഷനിലാണ്. 2ാമതിരിക്കുന്ന ഈ ഒരു നെയിം 1st പൊസിഷനിലാണ്. 3ാമതിരിക്കുന്നത് 2nd പൊസിഷനിലാണ്. ഈ ഒരു രീതിയിലുള്ള നമ്മൾ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂ ആണ് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. ഈ ഒരു ഇൻഡെക്സ് വാല്യൂ 0 ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെ തന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ഇവിടെ ഇടാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ 0 എന്ന് കൊടുത്തിട്ട് നമ്മൾ പ്രിന്റ് ചെയ്താൽ നമുക്ക് ആ ഒരു വേർഡ് മാത്രം കിട്ടും. ഇപ്പം ഞാൻ മുകളിലുള്ള ഇത്രയും കോഡൊന്ന് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഒന്ന് റൺ ചെയ്തു, കണ്ടില്ലേ, ആ ഫസ്റ്റ് വാല്യൂ മാത്രം കിട്ടി. ഇനി ഇതുപോലെ ഒന്നും കൂടെ ഞാൻ ഒന്ന് പ്രിന്റ് കമാൻഡ് ചെയ്തിട്ട് ഇതിലൊന്ന് 2 എന്ന് കൊടുത്തു. അപ്പോൾ എന്താ വരാൻ പോണേ? ഈ 3rd ഉള്ള വാല്യൂ, ജോമേഷ് എന്നുള്ള വാല്യൂ ഇവിടെ പ്രിൻ്റായി. ഇനി അടുത്ത് നമുക്കൊരു പുതിയ നെയിം ഇതിൽ ആഡ് ചെയ്യണം. പക്ഷേ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാതെയും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പ്രോഗ്രാമാറ്റിക്കലി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ എന്തായാലും ഇതൊന്ന് ഇവിടെ നിന്ന് റിമൂവ് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് വെറുതെ ഒന്ന് യൂസർ നെയിംസ് ഒന്ന് പ്രിൻ്റ് കൊടുത്തു. അതിനുശേഷം ജസ്റ്റ് യൂസർ നെയിമിലോട്ട് ഒരു പുതിയ വാല്യൂ ആഡ് ചെയ്യാൻ അപ്പൻഡ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി യൂസർ നെയിംസ് ഡോട്ട് അപ്പൻഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു പുതിയ പേര് കൊടുത്തു, ഷബീർ അലി, ഷബീർ. ഓക്കെ, ഇത്ര കൊടുത്തു. ഇനി ഒന്നും കൂടെ പ്രിൻ്റ് കൊടുത്തു. അതിൻ്റെ അകത്ത് യൂസർ നെയിംസ് പ്രിൻ്റ് ചെയ്തു. ഇപ്പം കണ്ടില്ലേ, പുതിയ പേരും ആഡ് ആയിട്ടുണ്ട്. ഫസ്റ്റ് പ്രിൻ്റ് ചെയ്ത യൂസർ നെയിം, അതായത് ഈ 9ാമത്തെ ലൈൻ ഓഫ് കോഡിൽ റൺ ചെയ്തതിൽ 3 പേരേ ഉള്ളൂ. പക്ഷേ 13ാമത്തെ ലൈൻ, അതായത് അപ്പൻഡ് വർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തുള്ള പേരും നമുക്കിവിടെ റണ്ണായിരിക്കണത് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ കോൺസെപ്റ്റ് യൂസ് ചെയ്ത് ഒരു 3 യൂസറിനെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ. ഇപ്പം ആൾറെഡി നമുക്ക് യൂസർ നെയിംസ് ഉണ്ട്, അത് ഞാൻ അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്.
ഈ യൂസേഴ്സിന് പാസ്വേഡും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഇത്രയും കോഡും കൂടെ ഒന്ന് റിമൂവ് ചെയ്തു. അതിനുശേഷം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതും ഒരു ലിസ്റ്റായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് യൂസർ, അതായത് ജോബിൻ്റെ പാസ്വേഡാണ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത്. അത് ജോബിനെറ്റ് 123 എന്ന് കൊടുത്തു. രണ്ടാമത്തെ യൂസറിന് ഞാൻ python@123 എന്ന് കൊടുത്തു. മൂന്നാമത്തെ യൂസറിന് ജസ്റ്റ് പൈത്തൺ എന്ന് മാത്രം കൊടുത്തു. ഇത് മൂന്നും ആ യൂസേഴ്സിൻ്റെ പാസ്വേഡാണ്. പാസ്വേഡ് എന്നാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ നെയിം അത് മാറ്റി പാസ്വേഡ്സ് എന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്കൊരു യൂസർ നെയിം അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെന്ന് ലോഗിൻ ചെയ്യുമ്പോൾ യൂസർ നെയിമും പാസ്വേഡ് അടിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ചെന്ന് നോക്കണേ എന്താ, ഇങ്ങനൊരു യൂസർ ഉണ്ടോ എന്ന് നോക്കും അല്ലേ. അപ്പോൾ ഈ ലിസ്റ്റിൻ്റെ അകത്ത് ഇങ്ങനൊരു യൂസർ ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? അപ്പോൾ നമുക്ക് എൻ്റർ ചെയ്യാൻ ഒരു ഫീൽഡ് എന്തായാലും വയ്ക്കാം. യൂസർ എൻ്റേഡ് യൂസർ നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അത് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം എൻ്റർ യുവർ യൂസർ നെയിം. ഇനി നമുക്ക് ഇഫ് യൂസ് ചെയ്ത് നോക്കാൻ പറ്റും ഈ യൂസർ നെയിമിൻ്റെ അകത്ത് ഈ ഒരു യൂസർ നെയിം ഉണ്ടോ എന്ന്. അതിന് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു യൂസർ നെയിം എന്താ യൂഷ്വലി പറയാ, വി നീഡ് ടു ചെക്ക് യൂസർ എൻ്റേഡ് യൂസർ നെയിം ഇൻ യൂസർ നെയിംസ് എന്നല്ലേ. അത്രേ ഉള്ളൂ. ഇൻ എന്നുള്ളൊരു കീവേഡാണ് യൂസ് ചെയ്യേണ്ടത്. യൂസർ എൻ്റേഡ് യൂസർ നെയിം യൂസർ നെയിംസിൻ്റെ അകത്ത് ഉണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ട്രൂ ആവും. നമുക്ക് അതൊന്ന് നോക്കാം. ഇവിടെ പ്രിൻറ്റിൻ്റെ അകത്ത് യൂസർ നെയിം അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ യൂസർ നെയിം പ്രിൻറ്റിൻ്റെ അകത്ത് യൂസർ നെയിം നോട്ട് അവൈലബിൾ. ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് ജോബിനെന്ന് കൊടുത്തു യൂസർ നെയിം അവൈലബിൾ. ഇതിൻ്റെ അകത്ത് ഇല്ലാത്തൊരു പേര് കൊടുത്തു. ഓക്കെ, യൂസർ നെയിം നോട്ട് അവൈലബിൾ. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഇപ്പം ജോബിനെന്ന് മാത്രമല്ല, ഇതിൻ്റെ അകത്തുള്ള എവിടത്തെ യൂസർ നെയിം കൊടുത്താലും, ഇതിൻ്റെ അകത്ത് ഏത് പൊസിഷനിലുള്ള യൂസർ നെയിം കൊടുത്താലും ആ യൂസർ നെയിം അവൈലബിൾ ആണോ അൺഅവൈലബിൾ ആണോ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ. എന്നിട്ട് നമുക്ക് അടുത്ത കാര്യം നോക്കാം. ഇപ്പം നമ്മൾ മനസ്സിലായി ഒരു യൂസർ നെയിം നമ്മുടെ ലിസ്റ്റിൽ അവൈലബിൾ ആണോ അല്ലേ എന്ന് മനസ്സിലാക്കി. നമ്മൾ കോഡ് യൂസ് ചെയ്ത് അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന്. ഇനി ഇപ്പോൾ ജോബിനെന്നുള്ളൊരു യൂസർ നെയിമാണ് ഇവിടെ യൂസർ എൻ്റർ ചെയ്തത്. അതിന് നേരെയുള്ള പാസ്വേഡ് അല്ലേ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് ഇൻഡെക്സിലാണെന്ന് എങ്ങനെ അറിയും? ഇപ്പോൾ ഞാൻ ജസ്റ്റ് കോഡ് റൺ ചെയ്തിട്ട് ഇവിടെ ജോമേഷ് എന്ന് ടൈപ്പ് ചെയ്തെന്ന് വെച്ചോ. ഈ കോഡ് എഴുതിയ എനിക്കറിയാം ലൈക്ക് ഇത് ഇവിടെയാണ് ഇരിക്കണേന്ന്. മേ ബി ഒരു പുതിയ യൂസർക്ക് അതിൻ്റെ ഇടയിൽ വന്നാലോ എന്ത് ചെയ്യും? നമുക്കപ്പോൾ ഇൻഡെക്സ് കോഡ് തന്നെ എടുത്ത് തരണം നമുക്ക്, ഏത് ഇൻഡെക്സിലാണ് ഇരിക്കണേന്ന് അല്ലേ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഇൻഡെക്സ് എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ യൂസറിൻ്റെ അടുത്ത് യൂസർ നെയിം ചോദിക്കുന്നുണ്ട്. യൂസർ നെയിം അവൈലബിൾ ആണെന്ന് മനസ്സിലായി. അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഏത് ഇൻഡെക്സിലാണ് ഇരിക്കണതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇൻഡെക്സ് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം യൂസർ നെയിം എന്നുള്ള ഈ ഒരു ലിസ്റ്റ് ഞാൻ ഇവിടെ വന്ന് ഇട്ടു. അതിനുശേഷം ഡോട്ട് ഇൻഡെക്സ്, നേരത്തെ നമ്മൾ അപ്പൻഡ് യൂസ് ചെയ്ത പോലെ തന്നെ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണ എല്ലാം ഫംഗ്ഷനാണ്. നമ്മൾ യൂസ് ചെയ്യണ പ്രിൻറ്റ് ഫംഗ്ഷനാണ്. കാരണം പ്രിൻറ്റിൻ്റെ കുറേ ലോജിക് ഉണ്ട്. അത് ആരോ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളത് യൂസ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇൻഡെക്സ്, ഈ ഫംഗ്ഷൻ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡിൽ എന്തായാലും മനസ്സിലാവും. അപ്പോൾ ഇൻഡെക്സ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇൻഡെക്സിൽ നമ്മൾ ജസ്റ്റ് യൂസർ എൻ്റർ ചെയ്ത ഇൻഡെക്സ് നമ്മളിങ്ങനെ ഒന്ന് എൻ്റർ ചെയ്യുന്നു. ഇവിടെ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ജോബിനെന്ന് ടൈപ്പ് ചെയ്താൽ യൂസർ നെയിം അവൈലബിൾ എന്നും വരും. ഇൻഡെക്സ് ഞാൻ പ്രിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രിൻറ്റ് ഇൻഡെക്സ് എന്നും കൂടെ ഞാൻ ഒരു ഓപ്ഷൻ കൊടുത്തു. ഓക്കെ, റൺ. അതിനുശേഷം ഞാൻ ജോബിനെന്ന് കൊടുത്തു. കണ്ടില്ലേ, യൂസർ നെയിം അവൈലബിൾ ആണ്. 0th പൊസിഷനിലാണ് ജോബിൻ്റെ യൂസർ നെയിം ഉള്ളത്. അതുപോലെ തന്നെ വീണ്ടും ഒന്ന് റൺ ചെയ്ത് നോക്കാം. ജോമീഷിൻ്റെ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യുമ്പോൾ യൂസർ നെയിം അവൈലബിൾ ആണ്. 2nd പൊസിഷനിലാണ് ആ ഒരു യൂസർ നെയിം അവൈലബിൾ ആണ്. ഇനി നമുക്ക് എളുപ്പമല്ലേ, പാസ്വേഡ് 2nd പൊസിഷനിലുള്ളതാണ് ജോമീഷിൻ്റെ പാസ്വേഡ് എന്ന് മനസ്സിലാക്കാം. ഏത് യൂസറാണ് ഇവിടെ മാച്ച് ആവണത് അതിനനുസരിച്ച് പാസ്വേഡ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു യൂസർ നെയിം എൻ്റർ ചെയ്യുമ്പോൾ എങ്ങനെ ഒരു പാസ്വേഡ് നമുക്ക് എടുക്കാം എന്നൊന്ന് ഇവിടെ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രിൻറ്റ് ഇൻഡെക്സ് ഒന്ന് റിമൂവ് ചെയ്യുന്നു. അതിന് പകരം ഇവിടെ കറക്റ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞ് ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ പാസ്വേഡ്സ് എന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, അത് ടൈപ്പ് ചെയ്യുന്നു.
അതിൻ്റെ ഉള്ളിൽ ഈ ഇൻഡെക്സ് വാല്യൂ അറിഞ്ഞിടത്താണല്ലോ നമുക്ക് ആ ഒരു പാസ്വേഡ് ഉള്ളത്. നേരത്തെ നമ്മൾ കണ്ടായിരുന്നു യൂസർ നെയിം ഈ ഒരു ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് 0 1 2 കൊടുത്തോ അതിന് നേരെയുള്ള യൂസർ നെയിം നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ നേരത്തെ കണ്ടു ഇൻഡെക്സ് പ്രിന്റ് ചെയ്തപ്പോൾ കിട്ടിയത് 2 ആണ്, അല്ലെങ്കിൽ നമ്പറാണ് വരണത്. ആ നമ്പർ ജസ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ ഈ പാസ്വേഡ്സിൻ്റെ അകത്ത് പാസ് ചെയ്യണതും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ജോബിൻ എന്നാണ് ഈ യൂസർ നെയിം വരണേന്നുണ്ടെങ്കിൽ ജോബിൻ യൂസർ നെയിമിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഉള്ളത് കൊണ്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ട് പ്രിന്റ് ചെയ്ത് യൂസർ നെയിം അവൈലബിൾ ആണെന്ന് പ്രിന്റ് ചെയ്യും. അതിനുശേഷം യൂസർ നെയിം ജോബിൻ്റെ ഇൻഡെക്സ് എത്രയാണ് ഈ ലിസ്റ്റിൽ നോക്കുമ്പോൾ 0 ആണ്. അപ്പോൾ 0 എന്നുള്ളൊരു വാല്യൂ ഇൻഡെക്സ് എന്നുള്ള വേരിയബിളിൽ വരും. അതിനുശേഷം പാസ്വേഡ്സ് എന്നുള്ള ലിസ്റ്റിൽ 0th ഇൻഡെക്സ്, അതായത് ഇവിടെ നമുക്ക് 0 വന്ന് നിൽപ്പുണ്ട്, ഈ 0th ഇൻഡെക്സിലുള്ളതാണ് ജോബിൻ്റെ പാസ്വേഡ് എന്ന് കണ്ടുപിടിച്ചിട്ട് കറക്റ്റ് പാസ്വേഡിൽ കൊണ്ടുവയ്ക്കും. ഇതൊന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കിയാലോ. ഒരു പ്രിന്റ് കമാൻഡ് ഇട്ടിട്ട് കറക്റ്റ് പാസ്വേഡ് ഈസ് കറക്റ്റ് പാസ്വേഡ് എന്ന വേരിയബിളും കൂടെ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇവിടെ ഞാൻ റണ്ണ് കൊടുത്തു, എൻ്റെ യൂസർ നെയിം ടൈപ്പ് ചെയ്തു. കണ്ടില്ലേ, യൂസർ നെയിം അവൈലബിൾ ആണ്. കറക്റ്റ് പാസ്വേഡ് ഈസ് jobin@123 പെർഫെക്റ്റ്ലി എടുത്തുകൊണ്ട് വന്നാൽ കണ്ടില്ലേ. ഇത് നമുക്ക് വേറൊരു ആളുടെയും കൂടെ നോക്കാം. കണ്ടില്ലേ, യൂസർ നെയിം അവൈലബിൾ, കറക്റ്റ് പാസ്വേഡ് ഈസ് പൈത്തൺ. പെർഫെക്റ്റ് അല്ലേ? ഈ കാര്യം പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഫീച്ചറും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഇഫ് കേസ് എഴുതാം. ജസ്റ്റ് ഈ കറക്റ്റ് പാസ്വേഡ് യൂസ് ഒന്നും കറക്റ്റ് പാസ്വേഡ് കാണിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ, അത് നമ്മൾ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തന്നതാണ് നിങ്ങൾക്ക് ഇത് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ കറക്റ്റ് പാസ്വേഡ് എത്രയാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി യൂസറിൻ്റെ അടുത്തും കൂടെ ഒന്ന് പാസ്വേഡ് ചോദിക്കാം നമുക്ക്. യൂസർ നെയിം കിട്ടിയിട്ടുണ്ട്, യൂസർ നെയിം അവൈലബിൾ ആണോ അൺഅവൈലബിൾ ആണോ എന്ന് കാണിക്കുന്നുണ്ട്. യൂസർ നെയിം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്വേഡ് ചോദിക്കാം. അപ്പോൾ അതിനുവേണ്ടി യൂസർ എൻ്റേഡ് പാസ്വേഡ് എന്ന് പറഞ്ഞ് ഒരു വേരിയബിളും കൂടെ ക്രിയേറ്റ് ചെയ്യാം. അതിന് ഇൻപുട്ട് കൊടുക്കുന്നു നമ്മൾ യൂഷ്വലി ചെയ്യും പോലെ, എൻ്റെ യുവർ പാസ്വേഡ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഈ കറക്റ്റ് പാസ്വേഡ് നമ്മൾ ഈ പാസ്വേഡ് ലിസ്റ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഒരു ഇഫ് കേസ് എഴുതാം. അതിൻ്റെ അകത്ത് കറക്റ്റ് പാസ്വേഡും യൂസർ എൻ്റേഡ് പാസ്വേഡും കറക്റ്റ് ആണോ എന്ന്, ഈക്വൽ ആണോ എന്ന് നോക്കാം. ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണിക്കാം യു ഹാവ് സക്സസ്ഫുള്ളി ലോഗ്ഡ് ഇൻ എന്ന് കാണിക്കാൻ പറ്റും. അല്ല പാസ്വേഡ് തെറ്റാണെന്നുണ്ടെങ്കിൽ ഇൻകറക്റ്റ് പാസ്വേഡ് എന്നും കാണിക്കാം. ഇതൊന്ന് റൺ ചെയ്ത് നോക്കിയാലോ. ഞാൻ ഒരു തെറ്റായിട്ടുള്ളൊരു യൂസർ നെയിം ടൈപ്പ് ചെയ്തു, ആ യൂസർ നെയിം അവൈലബിളേ അല്ല. ഓക്കെ, കോഡ് വീണ്ടും റൺ ചെയ്യുന്നു. ഞാൻ ആൾറെഡി ഉള്ള എൻ്റെ യൂസർ നെയിം ടൈപ്പ് ചെയ്യുന്നു, അതിൻ്റെ യൂസർ നെയിം അവൈലബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. എൻ്റർ ഒരു പാസ്വേഡ്, എൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്, jobin@123 യു ഹാവ് സക്സസ്ഫുള്ളി ലോഗ്ഡ് ഇൻ. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ച വൈൽ ലൂപ്പ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ ബേസിക്കലി പഠിക്കാൻ. അത് മാത്രമല്ല നമ്മൾ അപ്പൻഡ് എങ്ങനെ യൂസ് ചെയ്യണം, അതായത് ഒരു ലിസ്റ്റിലോട്ട് ഒരു പുതിയ വാല്യൂ എങ്ങനെ കൊടുക്കണമെന്ന് നമ്മൾ ആൾറെഡി പഠിച്ചായിരുന്നു. അത് യൂസ് ചെയ്തൊരു പുതിയ യൂസറിൻ്റെ സൈൻ ഇൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. യൂസർ നെയിമും പാസ്വേഡും കൊടുത്താൽ അത് ഈ ഓരോ ലിസ്റ്റിൻ്റെ അകത്ത് ആഡ് ആവണ രീതിയിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കോഡ് വരാൻ പോവുകയാണ്. അപ്പോൾ ഈ കോഡിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യണം. ഇപ്പോൾ ഒരാൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, അതിനുശേഷം ലോഗിൻ ചെയ്യണം, അതിനുശേഷം ആ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത്രയും കോഡ് വീണ്ടും വീണ്ടും എഴുതണം. അതിന് പകരം ലോഗിൻ ചെയ്യണ ഫീച്ചർ മാത്രം കുറച്ച് കോഡായിട്ട് എഴുതി വെച്ചിട്ട് അത് എവിടെയൊക്കെ ആവശ്യമുണ്ട് അവിടെയൊക്കെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫംഗ്ഷൻ ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ പഠിച്ച കോൺസെപ്റ്റ്സ് എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാൻ കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഡിസ്ക്രിപ്ഷനിൽ ആസ് യൂഷ്വലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ആൻസേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആൻസേഴ്സ് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല ഈ ഒരു സീരീസ് ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ സീരീസ് ഒന്ന് റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ജോബിൻ സെൽവനോസ്. സ്റ്റേ ട്യൂൺഡ്.